ടയർ 5 വിസ എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് അറിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. യുകെയിലേക്ക് ബേസിക്കലി നമ്മൾ വിസ ഫയൽ ചെയ്യുമ്പോൾ പല വിസ കാറ്റഗറീസ് ഉണ്ട്. ഞാൻ ഇതിന് മുമ്പും പല വീഡിയോയിൽ പറഞ്ഞതാണ്. ടയർ 1, ടയർ 2 അങ്ങനെ ടയർ 5 വരെ കാറ്റഗറിയിലാണ് ടയർ ഓരോ വിസാസ് സ്റ്റാമ്പ് ചെയ്യുന്നത്. ഇതിൽ ടയർ 2 വിസ എന്ന് പറഞ്ഞാൽ നോർമലി ഡയറക്റ്റ് നമ്മൾ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ടയർ 3 വിസ എന്ന് പറയുന്നത് ടയർ 4 വിസ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസ പോലെയുള്ള വിസകൾ അപ്ലൈ ചെയ്യുന്നതാണ് ടയർ 4 വിസ എന്ന് പറയുന്നത്. ഇതിൽ അടുത്തൊരു കാറ്റഗറി വരുന്ന വിസ കാറ്റഗറിയാണ് ടയർ 5 വിസ എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് വന്ന ഒരു എൻക്വയറിയിൽ ഈ ടയർ 5 വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റിയൽ ആണോ അതോ അത് ഫേക്ക് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് വന്നായിരുന്നു. ബേസിക്കലി ടയർ 5 കാറ്റഗറി വിസ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ടയർ 5 കാറ്റഗറി വിസ എന്ന് പറയുന്നത് നോർമലി ഷോർട്ട് ടേം ടെമ്പററി വർക്ക് വിസാസ് ആണ്. ഓക്കെ, ഇതിനെ അൺസ്കിൽഡ് വർക്ക് വിസ എന്ന് എന്നെ വിളിച്ച ആൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ അൺസ്കിൽഡ് വർക്ക് വിസ എന്ന് പറഞ്ഞൊരു വർക്ക് വിസ ഇല്ല. ഇത് സ്കിൽഡ് വർക്ക് വിസയാണ് ടയർ 5 കാറ്റഗറിയിൽ വരുന്നത്. അത് എന്തെങ്കിലും ഒരു ഒക്കേഷനലി, പ്രത്യേകിച്ച് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട്, ഇപ്പം അവിടെ എന്തെങ്കിലും സ്പോർട്സ് ഇവൻ്റ് ഒക്കെ നടക്കുകയാണ്, അതിൽ നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരാൾ പങ്കെടുക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നൊരു വിസ. അതേപോലെ തന്നെ ആർട്സ് റിലേറ്റഡ് ആയിട്ട്, ഇപ്പം അവിടെ എന്തെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്റ്റാർ ഷോ നടക്കുന്നു, മെഗാ ഷോ നടക്കുന്നു, അല്ലെങ്കിൽ മ്യൂസിക് കോൺസെർട്ട് നടക്കുന്നു, അതിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു വിസ. അതുപോലെ ഒരു ചാരിറ്റബിൾ NGOസിൻ്റെ ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട്, അതിലേക്ക് മറ്റൊരു രാജ്യത്തു നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് എത്താനുള്ള ഒരു വിസ. റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് അവിടെ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം എന്തെങ്കിലും ഒരു പ്രാർത്ഥന, ദേവാലയങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഈവന്റ് അവിടെ നടക്കുന്നത്, അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായ ഒരു പ്രീസ്റ്റിനെ ആരെങ്കിലും അവിടേക്ക് കൊണ്ടുപോകാൻ അത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീമിൽ അവിടെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെതായ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പോകാൻ വേണ്ടിയിട്ട്, അത് കംപ്ലീറ്റ്ലി ഗവൺമെന്റ് സ്പോൺസർഡ് ആണെങ്കിൽ